ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ. രാവിലെ പിന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും നാളൊരു ന്യൂസ് കണ്ട് മുടി വെട്ടാൻ പറഞ്ഞതിന് ഹെഡ് മിസ്റ്ററെ വെട്ടിക്കൊന്നു എന്ന്. പിന്നെ അതേമാതിരി ഷഹബാസിൻ്റെ കൊലപാതകം ആണെങ്കിലും പിന്നെ അതേമാതിരി ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു 2-3 ദിവസം മുന്നേ ആ ബസ് മുടക്കുണ്ടായിരുന്നു. KSRT ബസ് പിള്ളേർ കഴുകി വൃത്തിയാക്കുന്നു. അവിടുത്തെ പിള്ളേർ ആ ഒരു പ്രദേശത്തെ പിള്ളേർ കഴുകി വൃത്തിയാക്കുന്നു. 3 കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാമോ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളൊക്കെ നല്ലൊരു നോട്ട് പുസ്തകമൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തൊരു വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ വരുന്നത്. പക്ഷേ ഞങ്ങൾ ടീച്ചറിനേക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ടീച്ചറുണ്ടല്ലോ, ആളെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 30-35 പിള്ളേരിൽ എനിക്ക് തോന്നുന്നു 15 പിള്ളേർക്കും ടീച്ചർ ബുക്ക് വാങ്ങിച്ചു തരും. ആ ഒരു കാലഘട്ടത്തിൽ ടീച്ചർമാർ ഞങ്ങൾക്ക് ബുക്ക് വാങ്ങിച്ചു തരും. നോട്ട് പുസ്തകം, പേന, എനിക്ക് തോന്നുന്നു പെൻസില്. എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇത്ര ശമ്പളമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോഴൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അന്നൊന്നും അത്ര ശമ്പളമില്ല. പക്ഷേ ആ ടീച്ചർമാർ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ സമയത്ത് ആ ഹെഡ് മിസ്റ്റർ ആ പിള്ളേർ മുടി വെട്ടേണ്ട കാര്യത്തിന് കൊന്നു കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് ഞങ്ങൾ ടീച്ചർമാരാണ്. കാരണം അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾ ടീച്ചർമാരെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ, ടീച്ചർമാർ സാമ്പാറൊക്കെ വെക്കൂലേ, കൂടുതൽ സാമ്പാർ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾക്കത് തരും. പിന്നെ അതേപോലെ തന്നെ യൂണിഫോമിൻ്റെ തുണി മാത്രമാണ് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുക. അതടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നല്ലേ, കാശുണ്ടാവില്ല. അപ്പോൾ അടിക്കാത്തവർക്ക് അത് അടിക്കാനുള്ള കാശ് കൊടുക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു യൂണിഫോം അടിക്കാനുള്ള കാശൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടല് തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് അത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആ മുടി വെട്ടാൻ പറഞ്ഞതിന് ആ പിള്ളേരത് ചെയ്തപ്പോൾ ഞങ്ങളെ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ടീച്ചേഴ്സിനെ ആലോചിച്ച്. പക്ഷെ ഞങ്ങൾക്ക് നല്ലവണ്ണം അടി കിട്ടിയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, ഒരു കുട്ടീനെ തെറ്റ് കണ്ടാൽ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ രണ്ടും കൽപ്പിച്ച് എൻ്റെ കുട്ടീനെ അടിച്ചില്ലേ, എന്തുകൊണ്ട്? ആ കുട്ടി തെറ്റ് ചെയ്ത കൊണ്ടാണ് ആ കുട്ടീനെ അടിച്ചത്. ചില ടീച്ചർമാരാണ് കേട്ടോ വെറുതെ അവർ ദേഷ്യത്തിന് കലിപ്പ് മൂത്തിട്ടടിക്കുന്നത്. അവരെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പഠിക്കാത്തതിനാണ്. പക്ഷെ ആ ഒരു ചൂട് കുട്ടികൾക്ക് കിട്ടണം. അടിയെന്നിപ്പോൾ പറയുമ്പോൾ അത് വേറൊരു തരത്തിൽ ആക്കാനിക്കും. പക്ഷേ അന്നത്തെ ഞങ്ങളൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ടിഷ്കാച്ചൂല്ല ടിഷ്കാക്കിട്ട്. പക്ഷേ ആ അടിയുടെ വേദന ഉണ്ടല്ലോ ഇപ്പോഴും ഞങ്ങൾ കൈ മുടക്കുന്നുണ്ട്. കാരണം അതൊരു വേദനയല്ല, അതൊരു ഇപ്പം എനിക്ക് തോന്നുന്നു. അന്നത്തെ കാലത്തൊക്കെ ടീച്ചർ എന്തിനും കണ്ടുപിടിച്ചടിക്കാൻ, പക്ഷെ ഇപ്പം ആ വേദന ഉണ്ടല്ലോ അതൊരു സുഖമാണ്. സത്യം, ആ വേദന ഇപ്പോൾ ഞാനൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ, എൻ്റെ പടച്ചോനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് അത് ചെയ്തത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരാത്തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴല്ലേ, ബാക്ക് ബെഞ്ചിൻ്റെ ആൾക്കാരാണ് ഞാനൊക്കെ, ബാക്ക് ബെഞ്ച്. ഞാനൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴല്ലേ ഞങ്ങളൊക്കെ കുഞ്ഞ് ഇപ്പം ഞാൻ ആ സ്ഥലം ഇങ്ങനെയല്ലേ ഇരിക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോകും. അന്ന് ഈ മഫ്ത കുത്തിയതല്ലേ കാണൂല, അടീക്ക് പോകും. ടീച്ചറാണെങ്കിലോ എൻ്റെ പേരെടുത്ത് റംല, ഞാൻ പറയത്തെ ഇവിടുന്ന് എന്നെ കാണുന്നത്, ഞാൻ ലീവ്. അതേമാതിരി എൻ്റെ കൂട്ടുകാരത്തിട്ട് മൂസിന, അവൾ പറഞ്ഞേ നീ ലീവാണെങ്കിൽ എൻ്റെ പേര് വിളിക്കുമെന്ന് ചോദിച്ച് ടീച്ചർക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ടാവില്ല എന്ന്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൂടെ ഇപ്പോൾ ഒരാടും ഒരു പെണ്ണും വർത്താനം പറയുകയാണെങ്കിൽ ചുറ്റുപാടത്തുള്ള അത് മറ്റേതാണ്. പക്ഷേ ഞങ്ങളെ ക്ലാസ്സിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കണം, ഞങ്ങൾ ചോറ് തിന്നൂലേ, ചോറ് ആമ്പിള്ളേരും മിക്ക ദിവസങ്ങളിൽ ചോറ് കൊണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പ്ലേറ്റ് താടി എന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ചോറ് മൊത്തത്തിൽ അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി അതൊരു ഷെയർ ചെയ്ത് കളി. പക്ഷെ അന്നത്തെ ആ കാലഘട്ടമാണെങ്കിലും ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകണം, ബസ് കയറാനും കുറച്ച് നടക്കണം. അപ്പോൾ ആൺപിള്ളേർക്ക് അവിടെ അടുത്തുള്ളവർക്ക് സൈക്കിൾ ഉണ്ടാവും, പെൺപിള്ളേർക്ക് ഉള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ കഴുത്തിയിൽ കൂടെ ഞങ്ങളെ ബാഗ് ഇടും, അവരെ ബാഗ് തോളിയിലിടും, ഒരാൾ ലേഡി ബേഡിൻ്റെ ഫ്രണ്ടിൽ വെക്കും. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ അവർ ഞങ്ങളെ ബാഗ് കൊണ്ടുവെക്കും. ഇന്നത്തെ കാലത്തൊക്കെ ഒരാളായിട്ട് വർത്താനം പറഞ്ഞിട്ട്, ചെറിയ കുട്ടിയാണെങ്കിലും ഒരു വർത്താനം അളിയാ നീ അവളായിട്ട് വർത്താനം പറയണേ കണ്ടല്ലോ,
അത് വേറെ എന്തോ ഒരു രീതിയിലാണ് ഇന്നത്തെ കാലത്ത് പിള്ളേർ കണക്കൂട്ടുന്നത്. പക്ഷെ അന്നും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ നടന്നു പോകുന്നതും ഞങ്ങൾ വരുന്നതും എന്തെങ്കിലും ഞങ്ങൾ എരിയത്തുനിന്ന് വർത്താനം. ഇന്നൊക്കെ നമ്മളൊരു വർത്താനം പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെന്തെങ്കിലും ചോദിച്ചു നമ്മളതിന് വർത്താനം പറയും. നീ അയാളായിട്ട് വർത്താനം പറയുമല്ലോ, അയാൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയോ. അയാൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞമ്മ പറയണത്. പിന്നെ അതേമാതിരി ഷഹബാസിൻ്റെ കൊലപാതകം എന്താണ് അതും ഒരു പിള്ളേരെ നെല്ലി ചെയ്യുന്നത്. എന്ത് മക്കളാണെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ആ ശത്രുത അവരെ വെച്ചിട്ട് അവരെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പറയണ ഒരു കാര്യങ്ങൾ കണ്ട ആ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇവർ ആ കേസിൽ നിന്ന് ഇവർ ഊരിപ്പോകുന്നതാണെങ്കിലും ഇവർക്ക് ജാമ്യം കിട്ടിയത് ആണെങ്കിലും ഇവർക്ക് എങ്ങനെ ജീവിതകാലം വരെ സ്വസ്ഥത ഉണ്ടാവും? ഇന്ന് ഈ തെറ്റ് ചെയ്തവർ നാളെ ഇതിൻ്റെ വലിയ തെറ്റ് ഇവർ ചെയ്തുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഈ തെറ്റ് ചെയ്തവർ നാളെ ഇതിൻ്റെ വലിയ തെറ്റ്. അപ്പോൾ ചോദിക്കും താത്താൻ്റെ മക്കളാണെങ്കിൽ താത്ത ക്ഷമിച്ച് കൊടുക്കൂലേ എന്ന് ചോദിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു എണ്ണത്തിന് ഞാൻ ജന്മം കൊടുത്തിട്ടില്ല എന്ന് തന്നെ വയ്ക്കും. ആദ്യം ഞാൻ പോവും. എൻ്റെ മക്കളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ മക്കളെ പേരിൽ കേസ് കൊടുക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇതിന് കമൻറ്റുകൾ വേറെ വരും. അത് എൻ്റെ മക്കളാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ മക്കളെ പേരിൽ, അല്ലാതെ എൻ്റെ മക്കളെ രക്ഷിച്ചു കൊണ്ടില്ല. എൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അനുഭവിച്ചേ പറ്റൂ. മനസ്സിലായി? ഏതൊരു മക്കളായാലും ആ ഉമ്മാൻ്റെ ആ ഉപ്പാൻ്റെ ഒരു പ്രതീക്ഷയാണ്. ആ വീടിൻ്റെ ഒരു അത്താണിയാണ് ആ കുട്ടി. പറഞ്ഞാൽ മനസ്സിലായി? ആ വീടിൻ്റെ ഒരു അത്താണിയാണ്. അതിനെയാണ് കുറേ പിള്ളേരോട് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ അവരെ മനസ്സിൽ എത്രത്തോളം നാളെ സ്വന്തം രക്ഷിതാവിന് ഇവർ ചെയ്തുകൂടാന്നുള്ളത് ഒരു ഉറപ്പില്ല. സ്വന്തം രക്ഷിതാവ് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അത് മഞ്ചക്ക അതെടുത്തിട്ട് സ്വന്തം രക്ഷിതാവിനെ കൊടുക്കൂല എന്ന് വല്ല ഒരു ഉറപ്പുണ്ട്? ഒരു ഉറപ്പില്ല. അതേമാതിരി എനിക്ക് ഇഷ്ടമായൊരു കാര്യമാണ്, കുറേ പിള്ളേരൊരു സ്ഥലത്ത് KSRTC ബസ് മുടക്കത്തിന് അതും പിള്ളേർ തന്നെ കണ്ടു പഠിക്കണം നിങ്ങൾ. അവരെയൊക്കെയാണ് ഞങ്ങൾ